നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള സന്നാഹ മത്സരത്തിൽ അർജൻറ്റീന നാളെ ഐസ്ലൻഡുമായിട്ട് കളിക്കുകയാണ്. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെ 6:30 ആ കളി നടക്കുന്നത്. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള അർജൻറ്റീനയുടെ അവസാന സന്നാഹ മത്സരമാണ്. കഴിഞ്ഞ കളി ലയണൽ മെസ്സി കളിച്ചിരുന്നില്ല, എന്നാൽ നാളത്തെ കളി മെസ്സി കളിക്കും എന്നാണ് ഇപ്പോൾ അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അർജൻറ്റീനയുടെ ട്രെയിനിങ് ക്യാമ്പിൽ ഇന്ന് നടത്തിയ ഓപ്പൺ പരിശീലന സെഷനിൽ നിന്ന് അർജൻറ്റീനയുടെ 11 നാളെ എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട്. അത് അവർ കൃത്യമായിട്ട് പുറത്തുവിടുന്നു. ക്യാപ്റ്റൻ കളിക്കും, ലിയോ മെസ്സി സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി അവർ റിപ്പോർട്ട് ചെയ്യുന്നു. ടീമിൻ്റെ ഡിഫൻസിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നാണ് വിവരം. അതേസമയം മധ്യനിരയിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഇസിക്കിയൽ പലാസിയോസ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നിലനിർത്തിയേക്കും. അതേസമയം റോഡ്രിഗോ ഡി ബോളും എൻസോ ഫെർണാണ്ടസും അലക്സിസ് മാക്കലിസ്റ്ററും ആദ്യ 11ലേക്ക് എത്തും എന്നുള്ള വിവരം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ പ്രശ്നം ഇപ്പോഴും റൈറ്റ് വിങ് ബാക്ക് പൊസിഷനിലാണ്. അവിടെ നാഹുൽ മൊളീനയും ഗോൺസാലോ മുണ്ടയിലും റിക്കവറായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിക്കോളാസ് കപ്പാൽഡോയോ അഗസ്റ്റിൻ ഗിയയോ ആ ഒരു പൊസിഷനിൽ കളിച്ചേക്കും. എമി മാർട്ടിനസും ലിയാൻഡ്രോ പെരേഡസും ഹുലൻ ആൽവാരസും അവരുടെ റിക്കവറികൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാണ്ട് അവർ നാളെ കളിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അർജൻറ്റീനയുടെ ഒരു പ്രോബബിൾ 11 ഇപ്പോൾ TYC സ്പോർട്സ് പുറത്തുവിടുന്നു. അതിങ്ങനെയാണ്: ഗോൾ കീപ്പറായിട്ട് ജെറോണിമോ റുള്ളി, ഡിഫൻസിൽ നിക്കോളാസ് കപ്പാൽഡോ അല്ലെങ്കിൽ അഗസ്റ്റിൻ ഗിയെ, പിന്നെ നിക്കോളാസ് ഓട്ടാമെൻഡി, ലിസാൻഡ്രോ മാർട്ടിനസ്, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ. മധ്യനിരയിൽ റോഡ്രിഗോ ഡിബോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ, ഇസിക്കിയൽ പലാസിയോസ്, പിന്നെ മുന്നേറ്റത്തിൽ ലിയോ മെസ്സി, ലൗട്രോ മാർട്ടിനസ്. ഇതാണിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. ഏതായാലും അർജൻറ്റീന ആദ്യ കളി വിജയിച്ചു. രണ്ടാമത്തെ മത്സരം കൂടി വിജയിച്ച് ഇൻ സ്റ്റൈൽ വേൾഡ് കപ്പിൽ ലാൻഡ് ചെയ്യാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.